ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇന്ന് പുറത്ത് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഏരിയ. വണ്ടി എടുത്തു. അപ്പോൾ ഞങ്ങൾ രാവിലെ ആയപ്പോൾ എനിക്ക് നല്ല മുരിങ്ങാക്കോലും മാങ്ങയിട്ട് ചെമ്മീൻ കറി കൂട്ടാനൊരാഗ്രഹം. അപ്പം ഞാനും അല്ലുവും നമ്മുടെ പെണ്ണുമ്പിള്ളയും എല്ലാവരുടെയും കൂടിയിട്ടൊന്ന് മാളിൽ പോയി നല്ല ചെമ്മീൻ കിട്ടുമെന്ന് നോക്കാനായിട്ട് പോകണതാണ്. ഇതാണ് നമ്മുടെ ഏരിയ. നമ്മുടെ വീടിൻ്റെ ആ ഏരിയയിൽ നിന്നൊരു ഏകദേശം 1 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് വേണം മെയിനുള്ള സിറ്റിയിലേക്ക് പോകാനുള്ള മെയിൻ റൂട്ടിലേക്ക് ടച്ച് ചെയ്യാനായിട്ട്. നല്ല ഏരിയ ഉണ്ടോ, നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ നല്ല പച്ചപ്പും ഹരിതാപവും എല്ലാം നല്ല മാവ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് കാണുന്ന കുറച്ച് പേരെന്നെ കളിയാക്കും, ഇതെന്താടാ നീ പറഞ്ഞു വെച്ചേക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് ചോദിച്ചിട്ട് കുഴപ്പമില്ല, നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു ബസ് കണ്ടു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലു ഇവിടെ ഇരുന്ന് ഓരോ കമൻറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മെയിൻ റോഡിലേക്ക് കയറി. ഇനി ഉണ്ടോ, നല്ല ഏരിയയാണ്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലാണ്. ഇവിടെ ഇപ്പോൾ കുറേ കുതിരകളെ കാണാം. ഈ ഏരിയ കുറേ പോകുന്ന വഴിയാണ്, കുറേ കുതിരകളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് 2 കാങ്കറൂസിനെ കണ്ടായിരുന്നു, പിന്നെ ഒന്നും കണ്ടില്ല. ഇവിടെ എന്താണ് കുതിരകളെ ഇവിടെ ഇങ്ങനെ വളർത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വേണ്ട നമ്മുടെ ടൗൺ ഏരിയയിലേക്ക് വന്നു തുടങ്ങി. പോണ റൂട്ടൊക്കെ നല്ല ഇതുകളുടെ ഹോസ്പിറ്റലിലേക്ക് പോണ റൂട്ടാണ്. നമ്മൾ പോണ വഴിക്ക് തന്നെയാണ് ടൗൺ. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 4 കിലോമീറ്ററാണ് ടൗണിലേക്കുള്ള. നല്ല ബ്യൂട്ടിഫുൾ ഏരിയാസാണ്. ഇവിടെ നിന്ന് നമ്മൾ ടൗണിലേക്ക് ഏകദേശം എത്താറായി. അങ്ങനെ ഞങ്ങൾ മാളിലെത്തി. അല്ലു അവിടെ ചോക്ലേറ്റ് സെക്ഷനിലേക്കാണ് അല്ലുവിന് നോക്കുന്നത്. അപ്പോൾ കുറച്ച് മുന്തിരി കിട്ടി, അത് വാങ്ങിച്ചില്ല. അവിടെ കുറച്ച് ഓൾറെഡി ഫ്രൂട്ട്സ് ഇവിടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് മുന്തിരി വാങ്ങിച്ചില്ല. ഞാൻ ഇവിടെ ഉള്ളതൊന്നും അധികം ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. അത് വലിച്ചു നീട്ടും. ഒന്നാമത് എഡിറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒന്നും അറിയത്തില്ല. പിന്നെ ഇടുമ്പോൾ തന്നെ എല്ലാവരും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടും മാളിൻ്റെ അകവും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെമ്മീൻ കിട്ടി, അതൊരുക്കി ക്ലീൻ ചെയ്ത് അടുപ്പത്ത് വെച്ചു. ആ പ്രോസസ്സൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇങ്ങനെ ചെമ്മീൻ എടുത്ത് വേവിക്കുന്നതാണ്ടോ. കുറച്ച് നല്ല പുളിയും കുടംപുളി ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തു. പിന്നെ സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഇതാണ് മാങ്ങ, മുരിങ്ങാക്കോല്. അപ്പോൾ ഞാൻ ചെമ്മീൻ 2 സെക്ഷനിലാക്കിയാണ് വെച്ചേക്കുന്നത്. അവൾക്ക് കുറച്ച് റോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് കുറച്ച് റോസ്റ്റ് ചെയ്യാൻ മാറ്റി, കുറച്ച് കറി വയ്ക്കാനും വെച്ചു. അപ്പോൾ അല്ലുവാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. അല്ലുവിന് എന്ത് പണി ചെയ്താലും അല്ലുവിന് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അല്ലുവിനെ കൂട്ടി അങ്ങനെ പരിപാടി തുടങ്ങാമെന്ന് വെച്ചു. എണ്ണ ചൂടായപ്പോൾ കടുകിട്ടതിൻ്റെ ഒക്കെ സീൻ വന്നില്ലല്ലോ. കടുക്, ഉലുവ, പെരിഞ്ചീരകം, ഇത്രയും കൂട്ടം നമ്മൾ ആഡ് ചെയ്തു. പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, എല്ലാ സംഭവവും ഇപ്പം നമ്മൾ വരുമ്പോൾ ആഡ് ചെയ്യും കേട്ടോ. അടുത്തത് കുറച്ച് കറിവേപ്പില, നല്ല കറിവേപ്പില കിട്ടി. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. നമുക്ക് സവാളയും. അല്ലു എവിടെ പോയി? അല്ലു എന്താ കാണിക്കുന്നേ? അങ്ങനെ സവാളയും കാര്യങ്ങളൊക്കെ അതേ നമ്മൾ തട്ടിക്കൊടുത്തു. എല്ലാം പോരട്ടെ.
ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള നമുക്ക് വേഗം വഴറ്റിയെടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി സവാള അവിടെ ഇരുന്നങ്ങ് ആവട്ടെ, സെറ്റാവട്ടെ. അപ്പോൾ അടുത്തതായി അല്ലു കറിവേപ്പില ഇടാൻ പോവുകയാണ്. അങ്ങനെ അല്ലു കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി 2 സെക്ഷൻ ഇടട്ടെ. ഞാൻ കൊണ്ടുവന്ന മുളക് പൊടി എല്ലാം എയർപോർട്ടിൽ പിടിച്ചു, എനിക്ക് തന്നു വിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭാര്യയുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ തൊട്ട് നെയ്ബർ, അവർ പ്രജീഷ, പിന്നെ നമ്മുടെ ലിജോ ചേട്ടൻ, അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മുളക് പൊടി നമുക്ക് തന്നായിരുന്നു. അപ്പോൾ പിന്നെ കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മേടിച്ചത് കുറച്ച് എരിവ് കൂടുതലായതുകൊണ്ട് 2 കൂടി മിക്സ് ചെയ്തിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും കൂട്ടം ആഡ് ചെയ്തു. പിന്നെ പുളിവെള്ളം കുറച്ചൊഴിച്ചു. അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് സവാള നല്ല വഴണ്ട് നല്ല സെറ്റായി. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കറക്റ്റ് ആവുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു. എന്തോ സ്ലോ വരികയാണ് മൊബൈലിൽ. അപ്പോൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് പുളി കലക്കി വെച്ച വെള്ളം ഒഴിച്ചു. പിന്നെ ഇപ്പോൾ ഒഴിക്കുന്നത് ഞാൻ നമ്മുടെ ചെമ്മീൻ പുളിയിട്ട് വേവിച്ചായിരുന്നു. ആ വേവിച്ച വെള്ളമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആ വെള്ളവും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതും ആഡ് ചെയ്തു. നല്ലോണം ഇളക്കുക. ഇനി അവൻ നല്ലതുപോലെ പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ, തിളപ്പിച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് നല്ലോണം തിളയ്ക്കുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇളക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അത് കാരണം കൊണ്ട് നല്ലതുപോലെ ഇളക്കുക. ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ കപ്പിൽ കുറച്ച് വെള്ളം കലക്കി വീണ്ടും കുറച്ച് ഒഴിച്ചു. എന്താവോ എന്തോ. പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. ഇതൊക്കെ തിളച്ച് തുടങ്ങി. ഇനി ചെമ്മീൻ ആഡ് ചെയ്യുക. ചെമ്മീൻ ആഡ് ചെയ്യാനുള്ള പണി അല്ലൂനാണ്. ചെമ്മീൻ ആഡ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മെയിൻ ആശാമാരെ തട്ടിക്കൊടുക്കണം. മാങ്ങയും മുരിങ്ങാക്കോലും. ആഹാ, നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ഫിറോസ്ക പറയും പോലെയല്ല, നല്ല മണം വരുന്നുണ്ട്. ഇതൊക്കെ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാട്ടോ, കുക്കിങ്ങിൻ്റെ ഓരോരോ പാഠങ്ങളൊക്കെ. പിന്നെ അമ്മാമ്മയുടെ കൂടെ നിന്ന് അല്ലും കുറേ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെയല്ല ചെയ്യണേ, അങ്ങനെയാണ് ചെയ്യണേ. നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി. ഞങ്ങൾ ചോറിനട്ടെ.